ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. അതിൽ ഒരൊന്നാന്തരം അബദ്ധമാണ് വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നത്. അഥവാ വയ്ക്കുന്നു എങ്കിൽ ഓടക്കുഴൽ എടുത്തു മാറ്റണമത്രേ. മഹാഭാരതം വീട്ടിൽ വച്ചാൽ കലഹമുണ്ടാകും. രാമായണത്തിലെ ഉത്തരഭാഗം, അതായത് ഉത്തര രാമായണം വായിച്ചുകൂടാ എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി അബദ്ധങ്ങളാണ് ഇന്നും നല്ല രീതിയിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക സമൂഹത്തെ ആത്മീയമായ പുരോഗതിയിൽ നിന്നും പിന്നോട്ടടിക്കുന്നതിന് ഒരു വലിയ വിഭാഗം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു വാദമാണ് ശ്രീചക്രം പോലെ ഉള്ളവയൊന്നും തന്നെ വീട്ടിൽ വെച്ചുകൂടാ എന്നുള്ളത്. വലിയ കുറികളും വമ്പൻ വട്ടപ്പൊട്ടുമൊക്കെ ഇട്ട് വലിയ തോതിൽ വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന വിദ്വാൻമാരെ കൊണ്ട് ഉണ്ടാകുന്ന ശല്യം ചെറുതൊന്നുമല്ല. ദേഹരക്ഷയ്ക്കും അതുപോലെ കുടുംബ ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുമൊക്കെ നിരവധി യന്ത്രങ്ങൾ ദേഹത്ത് ധരിക്കുകയും പൂജാമുറിയിൽ ശുദ്ധമായി നിലവിളക്കിന് മുമ്പിൽ വയ്ക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ചില ബസ്സുകളിൽ കയറിയാൽ സുദർശന യന്ത്രവും മറ്റും വാഹനത്തിൻ്റെ മുമ്പിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു ലൈറ്റും ഉണ്ടാകും. ഏതെങ്കിലും ഒരു ആചാര്യൻ വിധിപ്രകാരം പൂജിച്ചു നൽകുന്ന രക്ഷായന്ത്രമാകും അത്. അതുപോലെ നിരവധി ആളുകൾ വിധിപ്രകാരം പൂജിച്ച് ദേഹരക്ഷായന്ത്രങ്ങൾ അരയിലും കയ്യിലുമൊക്കെയായി ധരിക്കുന്നതും പതിവാണ്. ഇവയ്ക്കൊക്കെ ദിവസവും പൂജ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു വിഡ്ഢിത്തം വേറെ എന്താണുള്ളത്? ശ്രീചക്രം അല്ലെങ്കിൽ മഹാസുദർശന യന്ത്രം വീട്ടിൽ വച്ചാൽ പൂജിച്ചില്ലെങ്കിലോ അഥവാ 1-2 ദിവസം അതിനു മുമ്പിൽ വിളക്ക് കത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിലോ അത് മഹാദോഷമാണ്, ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെയാണ് ചിലർ വിളമ്പി വിടുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ ഒരു മുൻകരുതലായി ഒരു വാഴപ്പിണ്ടി വെട്ടി സൂക്ഷിക്കണം. ഇടിഞ്ഞു വീഴുമ്പോൾ നമുക്ക് മുട്ടുകൊടുക്കാമല്ലോ. ബാഹ്യവും ആന്തരികവുമായ ഉയർച്ചയെ ഉണ്ടാക്കുവാൻ ഉതകുന്ന മന്ത്രങ്ങളുടെ ലേഖനീയമായ ഒരു രൂപമാണ് യന്ത്രം. വിധിയാംവണ്ണം പൂജിക്കുകയും ജപിക്കുകയും ഹോമം കഴിച്ച് സംവാദം സ്പർശിക്കുകയും ചെയ്ത് മന്ത്രതന്ത്രാദികൾ കൊണ്ട് ചൈതന്യപൂർണമാക്കിയ യന്ത്രം വ്യക്തിക്കും വീടിനും എന്തിന് രാജ്യത്തിനു പോലും എല്ലാ സമയവും രക്ഷ നൽകുന്നു എന്ന് യന്ത്രസാരം വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. ആദിപരാശക്തിയായ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നതും അതിദിവ്യമായതും പോസിറ്റീവ് ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളതുമായ ഒന്നാണ് ശ്രീചക്രം. അത് വിധിപ്രകാരം എഴുതി പൂജിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ അതിദിവ്യമായ ചൈതന്യശക്തി അതിൽ കുടികൊള്ളുന്നു. അതിന് ഒരു കുറവും വരാത്ത രീതിയിലാണ് ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് പൂജിച്ചെടുക്കുന്നത്. യന്ത്രം എന്തിലാണോ എഴുതുന്നത് അതിൻ്റെ കാലപ്പഴക്കവും മറ്റും അനുസരിച്ച് ആ ചൈതന്യം അതിൽ തന്നെ ഉണ്ടാകും. നാം ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഊർജം പോലെ എന്ന് വേണമെങ്കിൽ ഒരു ഉദാഹരണമായി പറയാം. ഹനുമാൻ, ഭദ്രകാളി എന്നിവയുടെ ചിത്രങ്ങൾ, ഫോട്ടോകൾ ഇവയൊന്നും വീട്ടിൽ വെച്ചുകൂടാ എന്ന ഒരു മൂഢവിശ്വാസം തന്നെ 99% അധികം പേരിലും ഉണ്ട്. ഈ ദൈവങ്ങളൊക്കെ അവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വച്ചാൽ അവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈശ്വരീയ ചൈതന്യമാവില്ല, മറിച്ച് ഏതോ ചെകുത്താൻ്റെ എന്തോ അവതാരമാകും എന്നേ പറയാൻ പറ്റൂ. എൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ കുട്ടിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് ഒരമ്മ വന്നപ്പോൾ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളീ ദേവിയുടെ ചിത്രമെടുത്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ആ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ അടുത്തായി ചുവരിൽ തൂക്കുക. ഇത് കണ്ടുകൊണ്ട് വേണം അവൻ ഉറങ്ങാൻ കിടക്കുന്നതും അതുപോലെ ഉണരുന്നതും. ഇത് എപ്പോഴും കാണണം. അത് കാണാൻ പാകത്തിന് തന്നെ വയ്ക്കണം. ഏതാനും ദിവസങ്ങൾക്കു ശേഷം ആ കുട്ടിയുടെ പേടി പാടെ മാറി. അതുകൊണ്ട് അവതാരഭാവങ്ങൾ അധർമ്മത്തെ അടിച്ചൊതുക്കുവാനാണ് എന്ന ധാരണയാണ് ഉണ്ടാവേണ്ടതും ഉണ്ടാക്കിയെടുക്കേണ്ടതും. അല്ലാതെ അത് സാധുക്കളായ ഭക്തരെ ഉപദ്രവിക്കുന്ന ഒന്നല്ല. ഇത്തരം ഒരു വിവരം ജനങ്ങൾക്ക് എന്നാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. കാരണം നിരവധി ഉപാസനാവിധികളും പ്രയോഗരീതികളുമുണ്ട്. ഏതെങ്കിലും കുറച്ചു ഭാഗം മാത്രം സ്വീകരിച്ചുകൊണ്ട്
അവയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ധരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ശ്രീചക്രം, മഹാസുദർശനം, മൃത്യുഞ്ജയം എന്നീ യന്ത്രങ്ങൾ ഉചിതമായ തകിടുകളിൽ എഴുതി ചില്ലിട്ട് മനോഹരമാക്കി വീടുകളിൽ സൂക്ഷിക്കാം. അതുപോലെ ഇതുതന്നെ ദിവസവും പൂജയ്ക്ക് വേണ്ടി ആ രീതിയിൽ, അതായത് ക്ഷേത്ര വിഗ്രഹം പോലെ പൂജിക്കാവുന്ന രീതിയിലും ഉപയോഗിക്കാം. ജ്യോതിഷവിധി പ്രകാരം തന്നെ നിരവധി യന്ത്രങ്ങൾ വീടുകളിൽ വയ്ക്കുകയും ശരീരത്തിൽ ധരിക്കുകയും ചെയ്യുന്നു. അത് സർവ്വസാധാരണവുമാണ്. ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിന് പറ്റിയ രീതിയിൽ സാഹചര്യത്തിനനുസരിച്ചാണ് യന്ത്രങ്ങൾ എഴുതി തയ്യാറാക്കി നൽകുന്നത്. ഒരേ അസുഖമുള്ള 10 പേർ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ അവരുടെ ഭക്ഷണവും ആരോഗ്യസ്ഥിതിയും എല്ലാം മനസ്സിലാക്കി അതനുസരിച്ചാവും അവർക്ക് നൽകുന്നതിനുള്ള മരുന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നത്. ഒരേ മരുന്നാവും എല്ലാവർക്കും കൊടുക്കുക. പക്ഷേ അത് കഴിക്കുന്ന രീതി, അളവ് എല്ലാം വ്യത്യസ്തമായിരിക്കും. റീചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ട കേവലമായ ബാറ്ററി അല്ല യന്ത്രങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, ഭയപ്പെടുത്തിയില്ലാതെയാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സനാതനധർമ്മത്തിൻ്റെ ശക്തിയും ചൈതന്യവുമാണ്. സർവത്ര ഈശ്വര ചൈതന്യമാക്കുവാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ചില വിദ്യാഭാരം കൊണ്ട് അഹങ്കാരഗരിമയുടെ 10 കൈലാസപർവ്വതത്തിൻ്റെ അത്രയും ഉയരത്തിൽ എത്തി കൈലാസനാഥന് വിദ്യാദാനം നൽകിയത് താനാണെന്ന ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തങ്ങളുമായി എഴുന്നള്ളുകയും അത് കേട്ട് അതിൻ്റെ താളത്തിന് തുള്ളിക്കൊണ്ട് ക്ഷണവിശ്വാസശീലരായ ജനങ്ങൾ ഭയത്തിൻ്റെ വഴിയെ പോവുകയും ചെയ്യും. ചിദാനന്ദപുരി സ്വാമിയെപ്പോലെയുള്ളവരുടെ വാക്കുകൾ ഘടകവിരുദ്ധമാണ് ഇത്തരം പ്രചാരണങ്ങൾ. എത്ര വലിയ വട്ടപ്പൊട്ടുള്ള ഉഗ്രമൂർത്തിയാണെങ്കിലും ആരാധനാകാര്യങ്ങളിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഓർക്കുക. ശ്രീചക്രത്തിൻ്റെ ചൈതന്യം അത് അമ്മയുടെ ചൈതന്യമാണ്. മഹാവിഷ്ണുവിൻ്റെ സുദർശനമാണെങ്കിൽ അത് നമ്മുടെ അച്ഛൻ്റെ ചൈതന്യമാണ്. മൃത്യുഞ്ജയമാണെങ്കിലും അങ്ങനെ തന്നെ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാത്തിനും അച്ഛനും അമ്മയുമായതുകൊണ്ട് അവരുടെ ചൈതന്യം നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുകയേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. ഭയപ്പെടാതിരിക്കുക. ഭയം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭയത്തെ ഉപേക്ഷിക്കുവാനാണ് പഠിപ്പിക്കുന്നത്. ലളിതാ സഹസ്രനാമം മഹാമന്ത്രധാരയാണ്. അതുകൊണ്ട് സാധാരണക്കാർ ചൊല്ലരുത് എന്നാണ് മറ്റൊരു വാദം. എന്നാൽ അതിന് ഒരു പാരായണ വിധി കൂടിയുണ്ട് എന്ന കാര്യം മറക്കുന്നു. ഒരാൾ പറയുന്നത് കേട്ടു, ലളിതാ സഹസ്രനാമം ഒരിക്കലും തെറ്റായി ചൊല്ലരുത്. തെറ്റായി ചൊല്ലിയല്ലേ പഠിക്കാൻ കഴിയൂ. തുടക്കത്തിൽ തന്നെ ശരിയായി ചൊല്ലാൻ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ എന്നായി മറുചോദ്യം. ആ വിദ്വാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: തെറ്റായി ചൊല്ലി പഠിച്ചാൽ എന്നും തെറ്റായി ചൊല്ലുമത്രേ. എന്നാൽ ഈ വിദ്വാനോട് എനിക്ക് പറയാനുള്ളത്, മലയാളത്തിൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരും. അധ്യാപകർ അത് തിരുത്തി നൽകും. അങ്ങനെ വെട്ടിയും തിരുത്തിയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് മലയാളം തന്നെ നന്നായി എഴുതുവാനും വായിക്കുവാനും പഠിക്കുന്നത്. വേദമന്ത്രങ്ങളെല്ലാം എത്രയോ പ്രാവശ്യം തെറ്റായി ചൊല്ലിയിട്ടാണ് ഒരു പ്രാവശ്യം വൃത്തിയായി ചൊല്ലാൻ കഴിയുന്നത്. അങ്ങനെ നിരവധി പ്രാവശ്യം വേദമന്ത്രങ്ങളും മറ്റു മന്ത്രങ്ങളും തെറ്റായും ശരിയായും ആവർത്തിച്ച് ചൊല്ലി തന്നെയാണ് പഠിക്കാറുള്ളത്. ലളിതാ സഹസ്രനാമമാണെങ്കിലും വിഷ്ണു സഹസ്രനാമമാണെങ്കിലും മഹാദേവൻ്റെ സഹസ്രനാമമാണെങ്കിലും അവയൊക്കെ തന്നെ മന്ത്രധാരകൾ തന്നെയാണ്. അതുകൊണ്ടാണ് സ്തോത്ര മഹാമന്ത്രസ്യ എന്ന സഹസ്രനാമങ്ങളുടെ ആദ്യ ഭാഗത്തു തന്നെ പറയുന്നത്. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ഈ വിഷയത്തെക്കുറിച്ച് അറിയാമോ എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ ഒരേ ഒരറിവ് മാത്രമേ ഈ ഉള്ളവനുള്ളൂ. ഒന്നും അറിയില്ല എന്നുള്ള അറിവ് മാത്രം. എത്ര ശ്രമിച്ചാലും എനിക്ക് ഒന്നും അറിയാനും കഴിയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അറിയും തോറും അറിവില്ലായ്മയുടെ വലിപ്പമാണ് കൂടുന്നത്. അതായത് മനസ്സിലാവില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് അർത്ഥം. ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകും എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ചിലർ സംശയ നിവാരണത്തിനായി എന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു വിവരണം നൽകിയത്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.